الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളുമുണ്ട്. രോഗികളായി അത്യാസന്ന നിലയിൽ കഴിയുന്ന 2-3 പേർ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിനരാത്രങ്ങളിൽ നമ്മളൊക്കെ നിർവഹിക്കുന്ന തുച്ഛമായ പോരായ്മകൾ നിറഞ്ഞ അമലുകളെ അല്ലാഹു തആല അവരുടെ മഹ്ളായ ഫضل കൊണ്ട് പരിപൂർണമായി സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 65-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2 ഖുത്ബകളിലായി നരക സ്വർഗ്ഗത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചത്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും പാലിച്ചുകൊണ്ട് ഈമാൻ ഉൾക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി നാം ജീവിക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാണ്, സ്വർഗത്തെ പ്രതീക്ഷിച്ചിട്ടാണ്. റഹബൻ വറഹബ എന്ന് ഖുർആൻ തന്നെ പരാമർശിച്ചു. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് അമ്പിയാക്കൾ പോലും പടച്ച റബ്ബിനോട് ദുആ ചെയ്തതാണ് അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. ആ നരകം സ്പർശിക്കാതിരിക്കുവാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള അടിസ്ഥാന യോഗ്യത
വിശ്വാസ മേഖല തന്നെയാണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാ, അല്ലാഹുവിലുള്ള വിശ്വാസം എന്നാണല്ലോ. അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം ആ വിശ്വാസം പൂർത്തിയാകുന്നില്ല. പടച്ച റബ്ബിന്റെ കാര്യത്തിൽ ഒരു യഖീൻ, ഒരു ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു തആല എന്തെല്ലാം പറഞ്ഞുവോ, അവന്റെ റസൂൽ എന്തെല്ലാം പഠിപ്പിച്ചുവോ, അതെല്ലാം ബോധ്യപ്പെട്ട് അംഗീകരിക്കുക, യഖീനാവുക. സംശയമില്ലാത്ത വിധം പടച്ച റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങളെ, പ്രവർത്തനങ്ങളെ എല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളലാണ് ശരിയായ ഈമാൻ, യഖീൻ എന്നത്. മാ വഖറ ഫിൽ ഖൽബ്, അതാ യഖീൻ. ഖൽബിൽ രൂഢമൂലമായി ആരെന്ത് സംശയമുണ്ടാക്കിയാലും സംശയിക്കാത്ത വിധമുള്ള ബോധ്യമാണ് ശരിയായ ഈമാൻ എന്നത്. അതിൽ നിന്നാണ് നിർഭയത്വം ലഭിക്കുക. ആ ഈമാൻ കൊണ്ടാണ് സമാധാനം ലഭിക്കുക. ആ ഈമാൻ കൊണ്ടാണ് ഇബാദത്തുകൾക്ക് ആവേശമുണ്ടാവുക. ആ ഈമാനാണ് എന്ത് ത്യാഗം ചെയ്യാനും മനുഷ്യന് പ്രേരകമായി മാറുക. റമദാനിൽ നോമ്പെടുത്തുകൊണ്ട് പട്ടിണി പാവങ്ങളായ സ്വഹാബിമാർ ബദറിലേക്ക് ഇറങ്ങിയത് ആ ഈമാൻ കൈമുതലാക്കിക്കൊണ്ടായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന വാളിനപ്പുറത്ത് ആയുധശേഖരമൊന്നുമില്ല അന്ന് സ്വഹാബത്തിന്. സഞ്ചരിക്കാൻ കുതിരയോ ഒട്ടകങ്ങളോ പോലും അധികമൊന്നും ഉണ്ടായിരുന്നില്ല. നോമ്പ് തുറക്കുന്നതും നോമ്പ് നോൽക്കുന്നതുമൊക്കെ പച്ചവെള്ളവും ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് അവർ. അതെല്ലാം നമ്മെപ്പോഴും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ടല്ല അവർ നോമ്പിലേക്ക് പ്രവേശിച്ചതും നോമ്പ് അവസാനിപ്പിച്ചതും. തുണി ഉടുത്താൽ മര്യാദയ്ക്ക് ഉടുക്കാൻ പോലും കഴിയാതെ ആ തുണി ഇറങ്ങിപ്പോകുമായിരുന്നുവെന്നാണ് സ്വഹാബത്തെ കുറിച്ച് പലപ്പോഴും പ്രതിപാദിക്കപ്പെട്ടത്. അത്രയാ ക്ഷീണിച്ച് മെലിഞ്ഞൊട്ടിയത് കൊണ്ട് തുണിങ്ങനെ കുത്തിയാലും നിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെന്നാണ് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു. നെരിയാൾക്ക് താഴെ പോയ വസ്ത്രം നരകത്തിലാണെന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്റെ സ്വർഗം നഷ്ടമാകുമോ? ഞാൻ നരകാവകാശിയായി മാറുമോ? കാരണം എന്റെ തുണി അറിയാതെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. കുത്തി എത്ര മുറുക്കി ഉടുത്താലും നിൽക്കുന്നില്ല. കാരണം പലപ്പോഴും പട്ടിണിയാണ്, ദിവസങ്ങളോളം പട്ടിണിയാണ്, ഒന്നും കഴിക്കാനില്ല. പച്ചവെള്ളം കുടിച്ചുകൊണ്ടാണ്, കാരക്ക തിന്നുകൊണ്ടാണ് അവർ പലപ്പോഴും കഴിഞ്ഞുകൂടാറുള്ളത്. അതുകൊണ്ട് ഈ അരവസ്ത്രം മുറുക്കി ഉടുത്താൽ നബിയെ നിൽക്കാത്ത അവസ്ഥയുണ്ട്. അറിയാതെ ചിലപ്പോ താഴോട്ടിറങ്ങിപ്പോകുന്നു. എനിക്ക് ആ സ്വർഗം നഷ്ടമാകുമോ എന്ന് നബിയോട് വന്ന് ചോദിക്കുന്ന സ്വഹാബത്തിനെ കാണാൻ കഴിയും നമുക്ക്. ആ പട്ടിണി പാവങ്ങൾ ബദറിലേക്കും ഉഹദിലേക്കുമൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടത് ഈ ഈമാനാണ്. പടച്ച റബ്ബ് സഹായിക്കുമെന്ന ആ ബോധ്യമാണ്. റബ്ബ് നൽകാതിരിക്കില്ല, റബ്ബിന്റെ വാഗ്ദാനം ലംഘിക്കയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു തആലയുടെ വഅദുകളെ, വാഗ്ദാനങ്ങളെ ലംഘിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തായി ആവർത്തിച്ച് പരിചയപ്പെടുത്തിയ കാര്യമാണ്. ആ യഖീനാണ്, ഈമാനാണ് പടച്ച റബ്ബിന്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായി ഉണ്ടാകേണ്ടത്. ഈ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, നിസ്കാരം സ്വീകാര്യോഗ്യമായി മാറണമെങ്കിൽ, ഏത് അമലും സ്വീകാര്യോഗ്യമായി മാറണമെങ്കിൽ വിശ്വാസം ശരിയാകണം. പടച്ച റബ്ബിലുള്ള അടിയുറച്ച ബോധ്യമാണ് ഉണ്ടാവേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അതല്ലാതെ ഒരു തെല്ലത്തിരുന്നുകൊണ്ട് ആശങ്കയോടുകൂടി ഉറപ്പൊന്നുമില്ലാതെ ആരാധിക്കുന്ന ആളുകളെ അല്ലാഹു തആല വിമർശിക്കുകയാണ് ചെയ്തത്. വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അല്ലാഹു തആല പറഞ്ഞു, ചില മനുഷ്യന്മാരുണ്ട് യഅ്ബുദുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും, അലാ ഹർഫിൻ, ഒരു തെല്ലിൽ, ഒരു അറ്റത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആരാധിക്കുക എന്നാണ്. പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടല്ല, പൂർണ്ണമായും ഇതിലേക്ക് ഇറങ്ങിയിട്ടല്ല, ഒരു അറ്റത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്. അവർക്കെല്ലാം ഖൈറായി മാറുകയാണെങ്കിൽ സമാധാനമാണ് അവർക്ക്. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ടെൻഷനും ഇല്ല, എല്ലാം ഉഷാറാണ്. നല്ല വീട്, നല്ല വാഹനം, നല്ല സാമ്പത്തിക ശേഷി, ആരോഗ്യം ഉഷാറാണ്, ഒരു പ്രയാസമില്ല. എങ്കിൽ അവന് പള്ളി വരാനും നിസ്കരിക്കാനും അൽഹംദുലില്ലാഹ് പറയാനും ഒക്കെയുണ്ട്.
എന്നാൽ ചെറിയ വിപത്ത് വരുമ്പോഴേക്ക് നേരെ തിരിഞ്ഞ് അവൻ പിന്മാറിപ്പോവുകയാണ്. ഒരു ബുദ്ധിമുട്ട് വന്നാൽ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ നടന്നത് എങ്കിൽ അതോടുകൂടി അവൻ നേരെ പിന്മാറുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിനെതിരായി അവൻ സംസാരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു ഖസിറദ് ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അവന്റെ ദുനിയാവും നഷ്ടമായി ആഖിറവും നഷ്ടമായി, അതിനേക്കാളും വലിയ നഷ്ടം മറ്റൊന്നുമില്ല എന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. എന്നിട്ട് അവൻ പടച്ച റബ്ബല്ലാത്തവരിലേക്ക് പോവുകയും അല്ലാഹു കൊടുത്ത പരീക്ഷണങ്ങളെ, അല്ലാഹു തന്ന പ്രയാസങ്ങളെ, അല്ലാഹു നൽകിയ വിപത്തുകളെ അത് തടയാൻ വേണ്ടി മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് പിന്നെ പോയി നോക്കുന്നത്. ഉപകാരം ചെയ്യാൻ കഴിയാത്ത ദോഷം മാത്രമുള്ള വഴിയിലേക്കാണ് പിന്നവൻ പോകുന്നത്. റബ്ബവന് രോഗം നൽകി എങ്കിൽ ഇത്രയും കാലം ആരോഗ്യം നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് റബ്ബല്ലാത്തവരേക്ക് അവൻ ചെല്ലുകയാണ്. ഈ രോഗം മാറാൻ വല്ല വഴിയുമുണ്ടോ? ഈ രോഗം മാറ്റിത്തരാൻ പറ്റാം ഏതെങ്കിലും സിദ്ധന്മാരും ആൾദൈവങ്ങൾ പണിക്കന്മാര് കണക്കന്മാരും തുടങ്ങി ഏതെങ്കിലും പണ്ട് പിന്നാലെ പോയി തന്റെ പ്രശ്നം പരിഹരിക്കുമോ എന്നാണ് അവൻ നോക്കുന്നത്. ഇല്ല, ഉപകാരമില്ലെന്ന് മാത്രമല്ല ദോഷം മാത്രമേ അതുകൊണ്ടുള്ളൂ എന്നാണ് പടച്ച റബ്ബ് അവിടെ പരിചയപ്പെടുത്തിയത്. ആ റബ്ബിനെ മാത്രമാണ് ജീവിതത്തിൽ ഇടപെടാൻ കഴിയുക, റബ്ബിനെ മാത്രമാണ് സഹായിക്കാൻ കഴിയുക. എന്റെ റബ്ബ് തീരുമാനിച്ചതാണ് എന്റെ ജീവിതത്തിൽ ഈ ലോകത്ത് മുഴുവനും നടക്കുക. എന്ത് വിഷയത്തിലും എന്റെ റബ്ബിന്റെ തീരുമാനമുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കും മുമ്പ് തന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഓരോന്നും സൃഷ്ടിച്ചപ്പോൾ വീണ്ടും ഒരു തീരുമാനമുണ്ട്. മാതാവിന്റെ ഗർഭാശയിൽ 4 മാസം പ്രായമാകുമ്പോൾ മലക്കിനെ പറഞ്ഞയച്ച് ആ കാര്യങ്ങൾ ഒന്നുകൂടെ അവിടെ ആവർത്തിച്ച് രേഖപ്പെടുത്തി പോന്നിട്ടുണ്ട്. ഓരോ വർഷവും പ്രത്യേകമായി അല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്, അതാണ് ഈ ലോകത്ത് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചെയ്യാൻ നമുക്കാർക്കും സാധ്യമല്ല, വ്യക്തികൾക്കും സാധ്യമല്ല, സംഘങ്ങൾക്കും സാധ്യമല്ല. എത്ര വലിയ കൂട്ടായ്മയാണെങ്കിലും, എത്ര വലിയ ആൾബലമുണ്ടെങ്കിലും, അധികാരമുള്ളവർ ഭരിക്കുന്നവർ ആണെങ്കിലും ശരി, ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു പറഞ്ഞുവല്ലോ, ഒരു ഇര താഴോട്ട് വീഴുന്നുവെങ്കിൽ പോലും അതൊരു പോലും രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നില്ല എന്നാണ്. ഒരു ഇര പോലും ഒരു മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നുവെങ്കിൽ പടച്ച റബ്ബിന്റെ രേഖപ്രകാരമാണ് അതുപോലും സംഭവിക്കുന്നത് എന്നാണ്. എങ്കിൽ അത് ബോധ്യമായി മാറുക. ആ പടച്ച റബ്ബിനെ മനസ്സുകൊണ്ട് അത്രയും യഖീനായി ദൃഢമായി അംഗീകരിക്കുക. ആ റബ്ബിലേക്ക് നീട്ടിയ കൈകളെ വെറും കൈയോടെ അള്ളാഹു മടക്കയില്ല, തീർച്ചയാണ്. പടച്ചറബ്ബിലേക്ക് നീട്ടിയ കൈകൾ അള്ളാഹ് നൽകണേ എന്ന് പറഞ്ഞാൽ, റബ്ബേ എന്ന് വിളിച്ചാൽ വൃഥാവിലാവുകയില്ല. ഒരുപക്ഷെ ചോദിച്ച കാര്യം കിട്ടണമെന്നില്ല, അത് കിട്ടാതിരിക്കൽ നമ്മുടെ ഖൈറിന് വേണ്ടി ആയിരിക്കാം. രോഗം ശിഫയാക്കനെ പ്രാർത്ഥിച്ചു, രോഗം ശിഫയായില്ല. അതർത്ഥം ഉത്തരം കിട്ടിയില്ല എന്നല്ല, ഉത്തരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ രോഗം ശിഫയായിട്ടില്ല. കാരണം ഈ രോഗം ശിഫയാകാൻ പറ്റിയ രോഗമല്ല. ഈ രോഗം നൽകിയതിൽ പടച്ചറബ്ബിന് വേറെ ചില ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടപ്പാകണമെങ്കിൽ ശിഫ ആവാതിരിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല ശിഫ നൽകില്ല, പകരം ദുആ ചെയ്തതിന് പ്രതിഫലം കൊടുക്കുന്നു. അവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു, മിമ്പറിൽ വെച്ച് ദുആ ചെയ്യുന്നു, ഒരുപാട് ആളുകൾ ദുആ ചെയ്യുന്നു. അവസാനം എന്ന് രോഗം മൂർച്ഛിച്ച് അയാൾ മരിക്കുന്നു. നമ്മൾ പറയും, എന്താ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചതാണ്, പക്ഷെ കാര്യം ഉണ്ടായില്ല, ആള് മരിച്ചുപോയി. നല്ല കാര്യമുണ്ടായിട്ടുണ്ട്. ഈ ദുആക്കെല്ലാം ആ രോഗികൾക്ക് കൂടി കൂലി കിട്ടുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇന്നും പ്രാർത്ഥിച്ചു ഹോസ്പിറ്റലുകൾക്ക് ആളുകൾക്ക് വേണ്ടി, എല്ലാവരും ആമീൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂലി കിട്ടി, ആ രോഗിക്കും അതിന്റെ കൂലി കിട്ടി. ഒരു പക്ഷെ ശിഫ അല്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശിഫ കിട്ടും, ശിഫ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ശിഫ കിട്ടുക ഇല്ല. എന്നാലും ഈ ദുആക്കുള്ള പ്രതിഫലം കൂടി ലഭിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി അതോടുകൂടി എളുപ്പമായി മാറുന്നു. നബി തങ്ങൾ പറയുന്നത് കാണാം, അല്ലാഹു തആല തന്റെ അടിമയെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവന് രേഖപ്രകാരം ഇവൻ സ്വർഗാവകാശിയാണ്, പക്ഷെ അമല് കൊണ്ട് അവന് യോഗ്യനല്ല. സ്വർഗത്ത് പോകാൻ മാത്രമുള്ള ഒന്നും കൈവശമില്ല. അവന് അറിവിന്റെ കാര്യത്തിൽ അമലിന്റെ കാര്യത്തിൽ ഒന്നുമില്ലാത്തവനാണ്. പക്ഷെ റബ്ബിന്റെ തീരുമാനം ആ അടിമക്ക് സ്വർഗം നൽകണമെന്നാണ്. എങ്കിൽ അല്ലാഹു തആല അവനെ പരീക്ഷിക്കും. അവന്റെ സമ്പത്തിൽ, മക്കളിൽ, ശരീഅത്തിൽ എല്ലാം അല്ലാഹു പരീക്ഷിക്കും. ആ പരീക്ഷത്തെ അവൻ ക്ഷമിക്കും.
അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകും. ഈ പ്രതിഫലം ചേർത്തി വെക്കുമ്പോൾ അവൻ സ്വർഗാവകാശിയായി മാറും. ഒരുപക്ഷെ 10 കൊല്ലം രോഗിയായി കിടന്നെങ്കിൽ സ്വർഗത്തിൽ മാത്രം നന്മയുടെ മീസാൻ കടം തൂകാൻ മാത്രം പ്രതിഫലമാവുകയുള്ളൂ. ഒരുപക്ഷെ 50 കൊല്ലം കിടന്നാലേ അതാവുകയുള്ളൂ. പടച്ച റബ്ബ് തീരുമാനിക്കും, എന്റെ അടിമ 50 കൊല്ലം കിടക്കട്ടെ, എന്നാലും അവൻ സ്വർഗമാണ് പകരം കിട്ടുക. ഇതറിയാത്ത അടിമ അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്നു, അള്ളാഹിനെ ആക്ഷേപിക്കുന്നു, ആദ്യമൊക്കെ പ്രാർത്ഥിക്കുന്നു, പിന്നെ പ്രാർത്ഥന പോലും വേണ്ടെന്ന് വെക്കുന്നു, റബ്ബല്ലാത്തവരേക്ക് പോയി നോക്കുന്നു, എല്ലാം വൃഥാവിലാകുന്നു. അള്ളാഹിനെ പഴിച്ച് ഈമാൻ തെറ്റി അവന്റെ ആ യോഗ്യതയെ നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ല വേണ്ടത്. എന്റെ റബ്ബ് നൽകുന്നതെല്ലാം ഖൈറാണ്. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കാം. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കണം, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന യഖീനോടുകൂടി ഉറപ്പോടുകൂടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ അല്ലാഹുവേ നീ നൽകണേ ഇൻ ശിഅത, ഉദ്ദേശമുണ്ടെങ്കിൽ നൽകണേ അല്ല എന്നല്ല പറയേണ്ടത്. റബ്ബിനെ നിർബന്ധിക്കാൻ ആരുമില്ല. നേരെ മറിച്ച് റബ്ബേ തന്നേ പറ്റൂ, കിട്ടിയേ പറ്റൂ. റബ്ബേ ഞാൻ ഫഖീറാണ്, നീയാണ് ഗനിയ്യ്. മൂസാ നബിയുടെ പ്രാർത്ഥനയാണല്ലോ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ നീ ഇറക്കുന്ന ഏത് ഖൈറിനും ഞാൻ ഫഖീറാ റബ്ബേ, ആവശ്യക്കാരൻ റബ്ബേ. നീ എന്തായാലും ശരി, എനിക്ക് ആവശ്യമുണ്ട്, നിന്റെ എന്ത് ഖൈറും എനിക്ക് ആവശ്യമുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്ന മൂസാ നബിയെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നിരാശപ്പെടാതിരിക്കുക, റബ്ബിൽ പ്രതീക്ഷ വെക്കുക. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 90 വയസ്സിൽ കുട്ടിയെ കൊടുത്തവനാണ് അല്ലാഹു തആല. 90 വയസ്സിൽ പ്രായമായി അങ്ങേയറ്റം പടുവൃദ്ധനായി വീട്ടിലിരിക്കുന്ന സമയത്താണ് മലക്കുകൾ വരുന്നത് സന്തോഷ വാർത്തയുമായിട്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വംറഅതുഹു ഖായിമ ഫളഹികത്. ഈ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു തന്റെ വീട്ടിലേക്ക്. ആരാണ് എന്ന് ഇബ്രാഹിം നബിക്ക് മനസ്സിലായിട്ടില്ല. ഏതോ അന്യനാട്ടുകാർ ഇവിടുന്ന് കയറി വന്ന ആള് ഏതാനും സ്വീകരിച്ചിരുത്തി അദ്ദേഹം ഭക്ഷണം ഒരുക്കി തയ്യാറാക്കി കൊടുത്തു. ഒരു ആതിഥ്യ മര്യാദ. പരിചയമുണ്ടോ നോക്കിയിട്ടല്ല സൽക്കരിക്കല്. ആരാരും വേണ്ടില്ല, വീട്ടിൽ വന്നവൻ ഗസ്റ്റാണ്, അതിഥിയാണ്, അവനെ സൽക്കരിക്കുന്നു. അങ്ങനെ ഭർത്താവും ഈ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോ ഭാര്യ അപ്പുറത്ത് വല്ല മാറി നോക്കുക. ആരാണ് ഇപ്പൊ ഈ ആളുകൾ? പരിചയമൊന്നുമില്ലല്ലോ, ഏത് നാട്ടുകാരെന്നറിയില്ല, ആരാണെന്നറിയില്ല, എന്താ സംസാര വിഷയം? ഒന്ന് മാറി നിന്ന് അപ്പുറത്ത് വീക്ഷിക്കുകയാണ്. അപ്പോഴാണ് ഇവർ പറയുന്ന വാക്ക്, നിങ്ങൾക്ക് സന്താനം ഉണ്ടാകാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അല്ലാഹ് അയച്ച ദൂതന്മാരാണ് ഞങ്ങൾ. അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വംഅതുഹു ഖായിമ ഫളഹികത്. ഇബ്രാഹിം നബിയുടെ ഭാര്യ അവിടെ നിൽക്കുകയാണ്. അവർ ചിരിച്ചുപോയി അത്ഭുതം കൂടിക്കൊണ്ട് അവർ ചോദിച്ചു, യാ വൈലതാ അഅരിദു വഅന അജൂസുൻ വഹാദാ ബഅലി ശൈഖ. എന്തൊരു കഷ്ടമാണ്, എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ ഇനി പ്രസവിക്കയോ? വഅന അജൂസുൻ, ഈ കിഴവിയായ ഞാൻ പ്രസവിക്കയോ? വഹാദാ ബഅലി ശൈഖ, എന്റെ ഭർത്താവിനാ പടുവൃദ്ധനുമായിരിക്കുന്നു. ഈ പടുവൃദ്ധനായ ഭർത്താവിനാൽ കിഴവിയായ ഞാൻ ഇനി ഗർഭിണിയായിട്ട് ഞാൻ പ്രസവിക്കയോ? ഇത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ഇന്നഹാദാ ലശൈഉൻ ഉജാബ്, വല്ലാത്ത അജബാണ്, വല്ലാത്ത അത്ഭുതമാണ്. എന്താ നിങ്ങൾ പറയുന്നത് എന്നാണ് മലക്കുകളുടെ ചോദ്യം. ഖാലു അതഅജബീന മിൻ അംരില്ലാ, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ എന്നാണ് ചോദിച്ചത്. 90 വയസ്സ് പ്രായമാണ് അന്ന് ഇബ്രാഹിം നബിക്ക് എന്നാണ്. ഭാര്യയ്ക്ക് താഴേക്ക് കണ്ട് പ്രായമുണ്ടാകുമല്ലോ. ആ 90-ാം വയസ്സിൽ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ട് കൂടി അല്ലാഹു തആല കുട്ടിയെ നൽകി. ഒന്നല്ല, ഒന്നിന് പിറകെ രണ്ടാമത്തും നൽകി. 2 മക്കളെ കൊടുത്തു. 2 മക്കളെ കൊടുത്തുവെന്ന് മാത്രമല്ല, ആ മക്കളുടെ വംശ പരമ്പരയിലാണ് പിന്നീട് വന്ന എല്ലാ അമ്പിയാക്കളും വന്നത്. ഇസ്മായിൽ പരമ്പരയിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. ഇസ്ഹാഖ് പരമ്പരയിൽ പിന്നീട് 1000-ലേറെ അമ്പിയാക്കന്മാരാണ് പിന്നീട് ഉണ്ടായത്. അബുൽ അംബിയ, അമ്പിയാക്കളുടെ പിതാവ് എന്ന സ്ഥാനപ്പേരാണ് അതിലൂടെ ഇബ്രാഹിം നബിക്ക് ലഭിച്ചത്. റബ്ബ് നൽകുന്നവനാണ്. ആ റബ്ബിൽ നിരാശപ്പെടാൻ നമുക്കെന്താ വകുപ്പുള്ളത്? 90-ാം വയസ്സിൽ കുട്ടിയെ കൊടുത്ത് അല്ലാഹു തആലക്ക് പിന്നെ നമ്മുടെ കാര്യത്തിൽ തരാൻ കഴിയില്ല എന്ന് എന്താ സഹോദരൻ വിചാരിക്കാൻ പറ്റുക? എന്നിട്ട് റബ്ബ് നൽകാത്തത് കിട്ടാൻ വേണ്ടി ജാറത്തൊക്കെ പോണ മനുഷ്യന്മാര്, ദർഗയിൽ പോണ ആളുകൾ, തങ്ങന്മാരെ പോയി കാണുന്ന ആളുകൾ, ഏതെങ്കിലും സിദ്ധന്മാരെ പിന്നാലെ പോയി അവർ കൊടുക്കുന്ന നൂലും കെട്ടി അവർ കൊടുത്ത വെള്ളം കുടിച്ച് അവർ നൽകി എന്തെങ്കിലുമൊക്കെ ബർക്കത്തൊന്നും പറഞ്ഞു കൊടുത്തത് അതും സ്വീകരിച്ചുകൊണ്ട് അതിനെല്ലാം അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ വിട്ട് ഈ പടപ്പിന്റെ പിന്നാലെ പോകാൻ എന്ത് ന്യായമാണ് സഹോദരന്മാരെ നമുക്കുള്ളത്? അതൊരിക്കലും ന്യായമല്ല.
സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതേ പ്രായത്തിലാണ് പടച്ച റബ്ബ് കുട്ടിയെ കൊടുത്തത്. ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, റബ്ബേ എന്റെ തലയൊക്കെ നരച്ച് തിളങ്ങുന്നു റബ്ബേ, എന്റെ എല്ലാം ബലമില്ലാതായി റബ്ബേ, എന്നാലും ശരി നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മടുപ്പൊന്നുമില്ല, ഞാൻ പരാജയപ്പെട്ടൊന്നുമില്ല. ആ മനസ്സാണ് പ്രധാനം. അത്രയും പ്രായമായി നരച്ച് തിളങ്ങുന്ന തല, കയ്യും കാലുമൊക്കെ ദുർബലമായി നടക്കാനും പിടിക്കാനും കഴിയാത്ത വിധം എല്ലൊക്കെ ദുർബലമായി മാറിയിട്ടുണ്ട്. ആ കാലത്ത് സക്കരിയ നബിയുടെ പ്രാർത്ഥന, പഠിച്ചോനെ സ്വാലിഹായ സന്താനത്തെ നൽകണേ. എന്താ പ്രാർത്ഥിക്കാൻ കാരണം? എന്നോട് ദുആ ചെയ്തിട്ട് എനിക്ക് മടുപ്പൊന്നുമില്ല, പരാജയപ്പെട്ടിട്ടില്ല. അല്ല കൊടുത്തു വന്ന കുട്ടിയെ യഹ്യ അലൈഹിസ്സലാം എന്ന സന്താനത്തെ നൽകി എന്ന് മാത്രമല്ല, ആ മകനെ അല്ല നബിയാക്കി മാറ്റുകയും ചെയ്തു. ഒരു മകനെ കിട്ടി, ആ മകൻ നബിയാവുകയും ചെയ്തുവെന്നാണ്. എത്ര വലിയ മഹാഭാഗ്യമാണ്. ഇബ്രാഹിം നബി തീയിലേക്ക് അല്ലാഹു തആല ഇടപെട്ടവനാണ്. നമുക്കറിയാം ചരിത്രം. നാടൊന്നാകെ കൂടി ഐക്യകണ്ഠേന തീകുണ്ടാരം ഒരുക്കി വലിയ കെട്ടിടം കണക്കെ വമ്പൻ തീ ആളിക്കത്തി ആ തീയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അല്ല ഇടപെടുകയാണ്. ഹസ്ബി അല്ലാഹ് എന്ന ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം. എനിക്ക് അല്ല മതി, അല്ല മതി, വനിഅമൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ അവനെ പോലെ നല്ലവൻ മറ്റാരുമില്ല, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ആ ഉറപ്പിലൂടെ നിന്നപ്പോൾ അല്ലാഹു തആല തീയോട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീ നീ തണുപ്പായി മാറണം, രക്ഷയായി മാറണം. പുറത്തേക്ക് വലിയ ചൂടാണ്, അടുക്കാൻ കഴിയാത്ത വിധം ചൂടാണ്, ഉള്ളിൽ നല്ല തണുപ്പാണ്. ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ അടിമയാണ്, തീ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, വിറക് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആകാശത്തെ മലക്കുകൾ പോലും പേടിച്ച് അവര് പോലും പ്രാർത്ഥിച്ചു വന്നു. തഫ്സീറിൽ കാണുന്നു ഇബ്രാഹിം നബിക്ക് വേണ്ടി പക്ഷികൾ പോലും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു വന്ന് തഫ്സീറിൽ പഠിപ്പിക്കപ്പെടുന്നു. അല്ല ഇടപെടുന്നു, തീയെ തണുപ്പാക്കി മാറ്റുന്നു. ദിവസങ്ങൾ ആളിക്കത്തിയ തീ അവസാനം കെട്ടടങ്ങുമ്പോ ഇബ്രാഹിമിന്റെ കഥ കഴിഞ്ഞുവെന്ന് സമാധാനിച്ച ആളുകളെ മുമ്പിലേക്ക് ഒരു രോമത്തിന് പോലും പരിക്കേൽക്കാതെ ഇറങ്ങി വരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബോധ്യമാണ് സഹോദരങ്ങൾ നോമ്പ് കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത്. ഭക്ഷണം ഒഴിവാക്കിയാൽ മാത്രം പോരാ, വെള്ളം കുടിക്കാതിരുന്നാൽ മാത്രം പോരാ, അവിടെ മാത്രമല്ല സൂക്ഷ്മത. ഈ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്റെ റബ്ബിലുള്ള എന്റെ ഈമാൻ, അവനെ കുറിച്ചുള്ള എന്റെ ബോധ്യം അതുണ്ടെങ്കിൽ സഹോദരന്മാരെ വല്ലാത്ത സമാധാനമാണ്. ആ ഈമാൻ നമ്മൾ ഉറപ്പിക്കുക. അതല്ല റബ്ബല്ലാത്തവരേക്കും പോകുന്നു, അല്ലാഹുവിലേക്കും പോകുന്നുവെങ്കിൽ അല്ലാഹ് പറഞ്ഞു എന്റെ അമൽ എനിക്ക് വേണ്ടാനാണ്, എനിക്ക് വേണ്ട. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ തറക്തുഹു വശിർകഹു എന്നാണ് അല്ലാഹ് പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൻ അമില അമലൻ, ആരെങ്കിലും അമൽ ചെയ്തു, അശ്റക ഫീഹി മഈ ഗൈരി, ആ അമലിൽ എന്റെ കൂടെ ഞാൻ അല്ലാത്തവരെ കൂടി അവൻ പങ്കു ചേർത്തിട്ടുണ്ട്, എനിക്കുമുണ്ട് കൂടെ മറ്റൊരുത്തനുമുണ്ട്. അങ്ങനെയാണ് അവന്റെ അമൽ എങ്കിൽ തറക്തുഹു വശിർകഹു, അവനെയും ഞാൻ ഒഴിവാക്കും, അവന്റെ പങ്കിനെയും ഞാൻ ഒഴിവാക്കും. എനിക്കങ്ങനെ പങ്കൊന്നും വേണ്ടാന്നാണ്. അന അഗ്ന ശുറകാഇ അനി ശിർകി, പങ്കുകാരിൽ പങ്ക് ആവശ്യമില്ലാത്തവരാകുന്നു ഞാനെന്ന് അല്ലാഹു തആല. എനിക്ക് ഷെയർ ഒന്നും വേണ്ട, അവിടെയും കൊടുക്കുക ഇവിടെയും കൊടുക്കുക മറ്റോർത്തും കൊടുക്കുക, ഒരു വിഹിതം അല്ലാക്കും. അങ്ങനെയൊക്കെ അവിടെയും ഇവിടെ നുള്ളിക്കൊടുക്കുമ്പോ അതിന്റെ വിഹിതം കിട്ടേണ്ട അങ്ങനത്തെ ഗതികേടൊന്നുമില്ല, അങ്ങനത്തെ ക്ഷമ എനിക്ക് ആവശ്യമില്ല. അന അഗ്ന ശുറകാഇ അനി ശിർകി, ശിർക്കിൽ നിന്ന് പങ്കിൽ നിന്ന് ആവശ്യമില്ലാത്തവനാകുന്നു ഞാനെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. പടച്ചോനോടും പ്രാർത്ഥിക്കും, അല്ലാത്തോടും പേടും. പടച്ച റബ്ബിന് വേണ്ടി നിസ്കരിക്കും, അപ്പുറത്ത് പോയി അല്ലാത്തവർക്ക് നേർച്ച വഴിപാട് സമർപ്പിക്കും. എല്ലാ നേർച്ചപ്പെട്ടിനും കൊണ്ടുപോയി പൈസ ഇടും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും റബ്ബല്ലാത്ത ആളിലേക്കെല്ലാം പോകും. എന്നാൽ റബ്ബിനോടും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു എല്ലാം കൂടി ഓഹരി വെക്കുന്ന കൂട്ടത്തില് ഒരു ഓഹരിക്കാരനായി, ഒരു ശരീക്കായി, ഒരു പങ്കുകാരനായി മാത്രം അല്ലാഹനെ സ്വീകരിക്കുന്നുവെങ്കിൽ അല്ലാഹ്ക്ക് ആവശ്യമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹ്ക്ക് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബല്ലാതെ ഇലാഹി മറ്റാരുമില്ല എന്ന് ഉറപ്പിക്കുകയും ഇലാഹിന് കൊടുക്കേണ്ട ഏതും ഇലാഹിന് മാത്രം, ഇലാഹിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്തും ഇലാഹിൽ നിന്ന് മാത്രം, പടച്ച റബ്ബിന് നേരെ സമർപ്പിക്കേണ്ട ഏതും ആ റബ്ബിന് നേരെ മാത്രം, മറ്റൊന്നിലേക്കുമില്ല, ആരിലേക്കുമില്ല. എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. രോഗം വന്നാലും ശരി, വിപത്ത് വന്നാലും ശരി, എന്ത് പ്രയാസം വന്നാലും ശരി, എന്റെ റബ്ബ് എനിക്കതിൽ ഒരു ഖൈർ തീരുമാനിച്ചിട്ടുണ്ടാകും. എന്റെ റബ്ബിനോട് ഞാൻ ഖൈറാണ് ചോദിക്കുന്നത്. ആ റബ്ബ് നൽകിയതെല്ലാം ഖൈറാണ്. എനിക്കൊരു പക്ഷെ അത് പ്രയാസമായി അനുഭവപ്പെടുന്നുവെങ്കിൽ
എങ്കിലും അതിനപ്പുറത്ത് അല്ലാഹു തആല ഒരു ഖൈറുണ്ടാകുമെന്ന ഉറപ്പ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അല്ലാതെ യാന്ത്രികമായി കൂട്ടത്തിൽ കൂടി എല്ലാവർക്കും നോമ്പാകുമ്പോൾ നമുക്കും നോമ്പ്, എല്ലാവരും പെരുന്നാളുമ്പോൾ നമുക്കും പെരുന്നാള്, അങ്ങനെ ജീവിതങ്ങൾ കഴിഞ്ഞു പോയിട്ട് ഇതിൽ നിന്നും അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യബോധമൊന്നുമില്ലാതെ പോയാൽ നമുക്കുള്ളതല്ല സ്വർഗമെന്ന് നാം തിരിച്ചറിയുക. ആ സ്വർഗം കിട്ടിയേ പറ്റൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഭയാനകമായ നരകം കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. സ്വർഗം കിട്ടേണ്ടതാണ്, റബ്ബിന്റെ റഹ്മത്തിന്റെ കേന്ദ്രമാണ് സ്വർഗം. അത് ലഭിക്കണമെങ്കിൽ പടച്ചറബിലുള്ള ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. അല്ലാത്ത റബ്ബിൽ പങ്കു ചേർക്കുന്ന ഒരു ചെറിയ അംശം പോലും കയറിക്കൂടിയാൽ ഓതിവെച്ച സൂറത്തുൽ സുമറിലെ ആയത്ത് അല്ലാഹു തആല നബിയോടാണ് പറയുന്നത്, നബിയെ താങ്കൾ ശിർക്ക് ചെയ്താലും ശരി ലയഹ്ബതന്ന അമലുക, എല്ലാ അമലും ബാത്തിലായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നബിയെ താങ്കൾ നട്ടക്കാലിൽ പെടുക തന്നെ ചെയ്യും തീർച്ചയെന്ന് അല്ലാഹു തആല എത്ര പ്രാവശ്യം ഉറപ്പിച്ചുകൊണ്ടാണ് ആ വചനം അവതരിപ്പിച്ചത്. വലഖദ് ഊഹിയ ഇലൈക, വലഖദ് അറബി ഭാഷ പ്രകാരം ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്, ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ്. രണ്ട് പ്രാവശ്യം തീർച്ചയായും പറഞ്ഞിട്ട് തുടങ്ങിയതന്നെ വലഖദ് ഊഹിയ ഇലൈക എന്നാണ്. എന്നിട്ടോ നബിയെ താങ്കൾക്ക് ആ വഹി നൽകുന്നു, താങ്കൾക്ക് മാത്രമല്ല മുമ്പുള്ള അമ്പിയാക്കന്മാർക്കും വഹി നൽകി. എന്താ വഹി? ലഇൻ അസ്റക്ത, അവിടെയും ല വന്നു, തീർച്ചയായും മൂന്നാമത്തെ ഉറപ്പിക്കൽ. ലയഹ്ബതന്ന, ല തീർച്ചയായും നാലാമത്. യഹ്ബതന്ന, ഇന്ന എന്ന് പറഞ്ഞാലും തീർച്ചയായും എന്നാണ്. 5 പ്രാവശ്യം ഉറപ്പിച്ചു. വലതകൂനന്ന മിനൽ ഖാസിരീൻ, വല തീർച്ചയായും, തകൂനന്ന ഇന്ന 7 പ്രാവശ്യം ഉറപ്പിച്ചുകൊണ്ടാണ്. ഒരു വരി മാത്രമുള്ള ആയത്തിൽ 7 പ്രാവശ്യമല്ല ഉറപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നബിയെ സംശയം വേണ്ട, നിങ്ങൾ ശിർക്ക് ചെയ്താൽ എല്ലാ അമലും ബാത്തിലാണ്, നിങ്ങൾ നഷ്ടക്കാരാണ് എന്നാണ്. നബി ഞങ്ങൾ ശിർക്ക് ചെയ്യില്ല, ചെയ്തിട്ടില്ല, ഹറാമ് ചെയ്യില്ല, ചെയ്തിട്ടില്ല, പാപസുരക്ഷിതരാണ്, മഅസൂമാണ്, തെറ്റുപറ്റാത്തവരാണ്. എന്നിട്ട് പോലും ആ നബി ഞങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് 7 പ്രാവശ്യം ഉറപ്പിച്ചുകൊണ്ട്, നബിയെ തീർച്ചയാണ്, ഉറപ്പാണ്, സംശയിക്കണ്ട, തീർച്ചയാണ് നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ അമലെല്ലാം പൊളിഞ്ഞു പോകും കേട്ടോ, നട്ടക്കാരനായി മാറും കേട്ടോ എന്ന് മലയാളത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. 7 പ്രാവശ്യം ഉറപ്പിച്ചെങ്ങനെ മലയാളത്തിൽ പറയാ തീർച്ച 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 എന്നുള്ള പ്രയോഗം മലയാളത്തിലില്ല. പക്ഷെ അറബിയിലാണ് 7 പ്രാവശ്യം ഉറപ്പിച്ചുകൊണ്ട് കാര്യം പറഞ്ഞത്. സഹോദരങ്ങൾ, നോമ്പുകാരായിക്കൊണ്ട് പോലും റബ്ബല്ലാത്തതിലേക്ക് പോകുന്ന മനുഷ്യന്മാരുണ്ട്. റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിട്ട് ജാലങ്ങളിൽ പോയി കൂടുന്ന മനുഷ്യന്മാരുണ്ട്. റബ്ബല്ലാത്ത ആളുകൾ മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. റബ്ബിന് ഉറപ്പില്ലാത്ത സംശയിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മളങ്ങനെ ആയിക്കൂടാ. എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബിയല്ലാഹ് എന്ന് ഉറപ്പിക്കുകയും ആ റബ്ബിന് വേണ്ടി സമർപ്പിക്കുക. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം റബ്ബുൽ ആലമീനായ അല്ലാഹ്ക്കാണ്, എന്റെ ആരാധനാ കർമ്മങ്ങൾ ആ റബ്ബിനാണ്. അല്ല വമഹ്യായ, എന്റെ ജീവിതം മുഴുക്കയും റബ്ബിന്, വമമാതി എന്റെ മരണവും റബ്ബിന് വേണ്ടിയാണ്. ലാ ശരീക ല, ഒരു പങ്കുകാരുമില്ല അവന്. വബിദാലിക ഉമിർത്, അതിനാണ് എനിക്കുള്ള കൽപ്പന, എന്നോട് നിർദ്ദേശമതാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് ആ റബ്ബിൽ പങ്കു ചേർക്കാൻ ഞാനില്ല. എന്റെ എല്ലാം റബ്ബിന്, നിസ്കാരം റബ്ബിന്, നോമ്പ് റബ്ബിന്, എല്ലാ ആരാധനാ കർമ്മങ്ങളും എന്റെ റബ്ബിന് വേണ്ടി മാത്രം. ആ റബ്ബ് മതി എനിക്ക് എന്ന ബോധ്യമാണ് സഹോദരങ്ങളെ റമദാനിൽ നേടേണ്ട ഏറ്റവും വലിയ നേട്ടം. മറ്റൊന്നും നേടിയില്ലെങ്കിലും ഏറ്റവും വലിയ നേട്ടം ഈ തൗഹീദിന്റെ നേട്ടമാണ്, ശിർക്ക് നിന്നുള്ള മുക്തിയാണ്, ആ റബ്ബിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. എന്ത് സംഭവിച്ചാലും ശരി, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു അലൈനാ, പറയൂ നബിയെ, ലൻ യുസീബനാ, നമ്മെ ബാധിക്കില്ല, ഇല്ലാ മാ കതബല്ലാഹു അലൈനാ, പടച്ച റബ്ബ് എന്താണോ രേഖപ്പെടുത്തിയത്, റബ്ബ് എന്താണോ വിധിച്ചത്, അതിനപ്പുറം ഒന്നും ബാധിക്കുകയില്ല എന്ന് പറയൂ നബിയെ എന്നാണ് അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെടുന്നത്. ആ നിലക്കുള്ള വിശ്വാസത്തിന്റെ വക്താക്കളായി മാറാൻ നാം പരിശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട്
മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിന്റെ 2/3 ഭാഗം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അവസാന 10ലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഏറ്റവും മുഖ്യമായ ദിനരാത്രങ്ങളാണ് ഇന്ന് മഗ്രിബോട് കൂടി നമ്മൾ ആരംഭിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെയും. അത് ആ നിലയ്ക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ തീർച്ചയായും നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി ഈ സമയങ്ങളെ പരമാവധി വിനിയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 ദിവസം പൂർണ്ണമായും പള്ളിയിലാണ് കഴിച്ചു കൂട്ടിയിരുന്നത്. നബി തങ്ങളും നബിയുടെ ഭാര്യമാരും അങ്ങനെയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലേക്കാണ് നബി തങ്ങൾ അവസാന 10 വന്നാൽ നബി തങ്ങൾ ഇഅ്തികാഫിലിരിക്കും, പള്ളി തന്നെ ഭജനമിരിക്കും. ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല, നബി തങ്ങൾ വഫാത്താകുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു. ثم اعتكف ازواجه من بعده, നബിയുടെ വഫാത്തിന് ശേഷം പിന്നീടുള്ള വർഷങ്ങളിലും നബിയുടെ ഭാര്യമാർ ആ ഇഅ്തികാഫ് തുടരുകയും ചെയ്തുവെന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. കഴിയുന്ന ആൾ അങ്ങനെ പരിശ്രമിക്കുക. ശരിയായ പൂർണ്ണമായ ഇഅ്തികാഫ് എന്നത് 10 ദിവസം കംപ്ലീറ്റ് ഉള്ള ഇഅ്തികാഫാണ്. ഇന്ന് മഗ്രിബിനെ ആരംഭിച്ച് റമദാനിന്റെ അവസാന ദിവസത്തെ മഗ്രിബ് വരെ, ഒന്ന് 29 മാസം കാണുന്നവരെ, അല്ലെങ്കിൽ 30 മഗ്രിബ് വരെയുള്ള ദിവസങ്ങൾ രാവും പകലും പൂർണ്ണമായും പള്ളിയിൽ തന്നെ കൂടുക, അതാണ് ഇഅ്തികാഫ്. പടച്ച റബ്ബുമായി മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനകളെ മുഴുകി ദിക്റുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി തസ്ബീഹ് ചൊല്ലി നിസ്കരിച്ച് ഖുർആൻ ഓതി സ്വദഖ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള എല്ലാ നന്മകളും വർദ്ധിപ്പിച്ചുകൊണ്ട് റബ്ബുമായി മനസ്സ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഇഅ്തികാഫ്. വന്നിട്ട് വെറും തീറ്റയും കൂടിയും ഒച്ചയും നായാട്ടമാണെങ്കിൽ അത് ഇഅ്തികാഫ് എന്ന് പറയില്ല. സ്വസ്ഥമായി നിബിധങ്ങളൊക്കെ ഒരു പ്രത്യേക ഭാഗം മറച്ചു കെട്ടുമെന്നാണ്. പള്ളിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ മറച്ചു കെട്ടിയിട്ട് നബി അതിന് ഉള്ളിൽ പോയിരിക്കുക ചെയ്യും. ആരുമായും ഇടപഴകാതെ അതിനുള്ളിൽ കൂടി നബി റബ്ബുമായി മനസ്സ് ബന്ധപ്പെടുന്നു. ഇവിടെ ഭാര്യമാരും അങ്ങനെ പ്രത്യേകമായി ചില പ്രത്യേക ഭാഗങ്ങൾ മറച്ചു കെട്ടിയെന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഏതായാലും കഴിവനുസരിച്ചതല്ല ഒരാൾക്ക് രാത്രി മാത്രം പള്ളി വന്ന് കൂടാൻ കഴിയും. ആയിക്കൂടെ, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. നിങ്ങൾക്ക് രാത്രി കഴിയില്ല, വീട്ടിലെ ബുദ്ധിമുട്ടാണ്, പ്രായമായ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, രോഗികളുണ്ട്, പോരാൻ പറ്റൂല എങ്കിൽ പകൽ കഴിയും. സുബഹിക്ക് വന്ന് മഗ്രിബ് വരെ പള്ളി കൂടാണെങ്കിൽ അതുമാകാം, ഒരല്പസമയവുമാകാം, ഏത് പള്ളിയുമാവാം. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത് വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, മസ്ജിദുകളിൽ ഇഅ്തികാഫിരിക്കുന്നവരായിരിക്കെ എന്ന പ്രയോഗം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മസ്ജിദ് എന്ന് ഏതിനൊക്കെ പറയാൻ പറ്റുമോ അവിടെ ഇഅ്തികാഫ് പറ്റുന്നു. മസ്ജിദ് എന്ന് പറയാൻ പറ്റിയ ഏതാണെങ്കിലും അവിടെ ഇഅ്തികാഫ് പറ്റും. ജുമുഅയുള്ള പള്ളിയാണെങ്കിൽ നല്ല കാര്യം. രാവും പകലും മൊത്തം ഇരിക്കുകയാണോ എങ്കിൽ ജുമുഅയുള്ള പള്ളിയെ പറ്റൂ, അല്ലാത്ത പറ്റൂല. കാരണം ജുമുഅയ്ക്ക് വേണ്ടി ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു പള്ളിക്ക് പോകേണ്ടി വരും. അത് തുടർച്ചയെ മുറിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ജുമുഅയുള്ള പള്ളി വേണമെന്ന് പറഞ്ഞത്. അതല്ല രാത്രി മാത്രമാണെങ്കിൽ ജമാഅത്തുള്ള ഏത് പള്ളിയിലും ഇരിക്കാം, വീട്ടിൽ ഇഅ്തികാഫില്ല. ഈ നേരത്തെ പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നബി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞു, വീട്ടിൽ ഇഅ്തികാഫ് പറ്റില്ല എന്നതിന് ഈ ഹദീസ് തെളിവാണ്. അങ്ങനെ പറ്റുമായിരുന്നുവെങ്കിൽ നബിതങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. ഈ നബി ഇരുന്നില്ലെങ്കിലും നബിയുടെ ഭാര്യമാരെങ്കിലും ഇരിക്കുമായിരുന്നു. സ്ത്രീകൾക്കാണ് വീട്ടിൽ പലപ്പോഴും ആവശ്യം ഉണ്ടാവുക. എന്നിട്ടും അവർ പള്ളിയിൽ പോയിരുന്നെങ്കിൽ അത് പള്ളി തന്നെ പറ്റുള്ളൂ എന്നതിന് തെളിവാണ് എന്ന് നബി ഇമാം ശറഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളൊക്കെ കഴിയുന്നവർ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുക. ഒരു ദിവസം ഇരിക്കാൻ പറ്റും, ആയിക്കോട്ടെ, റമദാൻ 10 കഴിയില്ല, ഒരു ദിവസം പറ്റും, അന്ന് വീട്ടില് വലിയ ബുദ്ധിമുട്ടില്ല, തൽക്കാലം ആളുണ്ട്, അന്ന് പള്ളിയിൽ പോയി കൂടാൻ കഴിയുമെങ്കിൽ അന്ന് പോയി കൂടുക. പള്ളിയിൽ തന്നെ ഇരുന്ന് റബ്ബുമായി മനസ്സ് ബന്ധപ്പെടുത്തി ഇബാദത്തുകളിൽ മുഴുകുക, അതാണ് ഇഅ്തികാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രാവും പകലും ഒക്കെ പറ്റും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ചോദിക്കുന്ന ഒരു സംശയം, നബിയെ, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് ജാഹിലിയ്യ കാലത്ത് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. മസ്ജിദ് ഹറാമിൽ വന്ന് ഒരു രാത്രി ഇഅ്തികാഫിരിക്കണം, ഇത് ഞാൻ പണ്ട് നേർച്ചാക്കിയിരുന്നു. പക്ഷെ അന്ന് ഞാനത് വീട്ടിയിട്ടില്ല, അന്ന് ആ നേർച്ച പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ മുസ്ലിം വന്നു, ഇപ്പൊ നബിയുടെ കൂടെയാണല്ലോ, അന്നത്തെ നേർച്ച ഞാൻ ഇപ്പോൾ പൂർത്തിയാക്കേണ്ടതുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഔഫി ബിജദ്രിക, എന്റെ നേർച്ച നീ പൂർത്തിയാക്കുക. അപ്പൊ ജാഹിലിയ്യ കാലത്തെ അവർക്ക് ആ സമ്പ്രദായം പതിവുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ കഴിയുന്ന ആളുകൾ അങ്ങനെ, അതൊന്നും കഴിയില്ല, സാഹചര്യം അനുകൂലമല്ല എങ്കിലും കഴിവിന്റെ പരമാവധി ഈ ദിവസങ്ങളെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഏറ്റവും മുഖ്യമായ ദിവസങ്ങളാണ്.
അതിൽ തന്നെ ഒറ്റയായ രാവ്. ഇന്നിപ്പോ 21-ാം രാവാണ്, ഇന്ന് മഗ്രിബോട് കൂടി. ഒറ്റയായ രാവുകളിൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. തഹറൗ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ നിങ്ങൾ പ്രതീക്ഷിക്കുക അവസാന 10 ഒറ്റയായ രാവുകളിൽ എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഇതൊക്കെയാണ് ഒറ്റയായ രാവുകൾ. ആ രാത്രികൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അങ്ങനെ ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ഒന്നാമത്തെ ദിവസം ഇന്നാണല്ലോ 21-ാം രാവ് എന്നുള്ളത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മളൊക്കെ പള്ളികളിൽ അൽഹംദുലില്ലാഹ് നോമ്പുറക്കാൻ സൗകര്യമുണ്ട്, അത്താഴം കിട്ടാൻ സൗകര്യമുണ്ട്. ഇതൊന്നും പഴയ കാലത്തുള്ള സൗകര്യമല്ല. ഇതൊക്കെ അൽഹംദുലില്ലാഹ് റബ്ബ് തന്ന വലിയ നിഅമത്ത്. ഏത് പള്ളിയിൽ പോയാലും നോമ്പുറക്കാൻ ബുദ്ധിമുട്ടാവൂല, അത്താഴത്തിന് ബുദ്ധിമുട്ടാവൂല, രാത്രികമായി നിസ്കരിക്കുന്നുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഖിയാമുൽ ലൈൽ, തറാവീഹ് നിസ്കാരം 2 ജമാഅത്തായി നടപ്പാക്കുന്നു. അതാ ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈൽ വേറെ നിസ്കാരമൊന്നുമില്ല, തറാവീഹ് തന്നെ ഖിയാമുൽ ലൈൽ. ഇശാക്ക് ശേഷം സുബ്ഹി വരെയുള്ള സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പറയുന്ന പേരാണ് ഖിയാമുൽ ലൈൽ. തറാവീഹും ഖിയാമുൽ ലൈലാണ്, രാത്രി പിന്നെ നിസ്കരിക്കുന്ന ജമാഅത്ത് അതും ഖിയാമുൽ ലൈലാണ്. അതൊക്കെ പറഞ്ഞ പേരാ ഖിയാമുൽ ലൈൽ. പക്ഷെ 2 ജമാഅത്ത് നടപ്പാക്കിയത് മാത്രം. നബി തങ്ങളുടെ കാലത്ത് ഇശാക്ക് ശേഷം ആരംഭിച്ചാൽ ഏതാണ് സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ നിസ്കാരമാണ്. 11 റക്അത്ത് നിസ്കരിക്കും. നബി തങ്ങൾ 11-നപ്പുറം നിസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു. അത് ദീർഘമായി നിസ്കരിക്കും. നബി തങ്ങൾ ആദ്യം 4 നിസ്കരിക്കും, 2-2 4 നിസ്കരിക്കും. ആയിഷ ബി പറഞ്ഞു, ലാ തസൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന. ആ നിസ്കാരം എത്ര സുന്ദരമായും എത്ര ദീർഘമായുമാണ് നബി നിസ്കരിച്ചത് എന്ന് നീ ചോദിക്കരുത്. ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അത്രയും ദീർഘമായി ഖുർആൻ ഓതി, അത്ര തന്നെ റുക്കൂയിൽ ചിലവഴിച്ചു, അത്ര തന്നെ ഇഅ്തിദാലിൽ നിന്നു, അത്ര തന്നെ സുജൂദിൽ നിന്നു. അതായത് നബി തങ്ങളുടെ നിസ്കാരം ദീർഘമായി ഖുർആൻ ഓതുന്നു. നബി തങ്ങൾ ഒറ്റ റക്അത്തിൽ സൂറത്ത് ബഖറയും ആലി ഇമ്രാനും നിസാഉം ഓതിയ സംഭവം വരെ ഉണ്ടായിട്ട് 1 റക്അത്തിൽ മാത്രം. നബി തങ്ങളെ പിറകിൽ വന്ന സ്വഹാബി പറയാണ്, നബി നിസ്കരിക്കുമ്പോൾ ഞാനും പിന്നിൽ മഅ്മൂമായി ഫാത്തിഹ ഓതി കഴിഞ്ഞ് നബി തങ്ങൾ സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. അപ്പൊ കുറെ ഓതിയപ്പോ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു 100 ആയത്ത് ഓതിയാൽ നബി തങ്ങൾ റുക്കൂയിലേക്ക് പോകുമായിരിക്കും. പക്ഷെ 100 കഴിഞ്ഞ് നബി പോവുകയാണ്. പിന്നെയും പോയപ്പോ ഞാൻ വിചാരിച്ചു 200 ആകുമ്പോ നബി റുക്കൂയിലേക്ക് പോകും. പക്ഷെ 200 കഴിഞ്ഞു, പിന്നെയും ഓതുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും നബി ബഖറ പൂർണ്ണമായും ഓതുമായിരിക്കും. അങ്ങനെ ബഖറ പൂർണ്ണമായും ഓതി സൂറത്ത് ബഖറ കഴിഞ്ഞിട്ട് നബി തങ്ങൾ സൂറത്ത് നിസാ ആരംഭിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും നിസാ ഏതായാലും പൂർത്തിയാക്കി ഓതാതിരിക്കില്ല, നിസാ ഫുള്ളായി ഓതി. അത് കഴിഞ്ഞ് നബി ആലി ഇമ്രാൻ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു തെറ്റായ കാര്യം ഞാൻ ചിന്തിച്ചു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ ചിന്തിച്ചത്? ഞാൻ വല്ലാണ്ട് റുക്കൂയിലേക്ക് പോയിട്ട് നബിനെ ഒഴിവാക്കി പോയാലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. മാത്രമല്ല ഓരോ ആയത്ത് ഓതുമ്പോഴും അതിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞ ആയത്താണെങ്കിൽ നബി തങ്ങൾ റബ്ബിനോട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നരകത്തെ പറ്റി പറഞ്ഞ ആയത്താണെങ്കിൽ കാവലിനെ തേടുന്നു. തസ്ബീഹ് ചൊല്ലേണ്ട ആയത്താണെങ്കിൽ തസ്ബീഹ് ചൊല്ലുന്നു. അങ്ങനെയാണ് നബിയുടെ ഓത്ത്. ഓരോ ആയത്ത് മുറിച്ച് 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 ആയിട്ടാണ് നബി തങ്ങൾ പാരായണം ചെയ്യുന്നത്. എത്ര സമയം നിന്നോ അതേ സമയം നബി തങ്ങൾ റുക്കൂയിലും ചെലവഴിക്കുന്നു, അതേ സമയം ഇഅ്തിദാലിൽ ചെലവഴിക്കുന്നു. അങ്ങനെയാണ് നബി തങ്ങൾ നിസ്കരിച്ചത്. അങ്ങനെ നിസ്കാരം നബിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നബിയുടെ നിസ്കാരം. നമുക്ക് അത്ര ദീർഘമായി നിസ്കരിക്കാൻ ഈമാനും തഖ്വയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിച്ചു പോവാണ്. അപ്പൊ ആ ഒരു സൗകര്യമാണ് 2 ജമാഅത്താണ്. 2 നിസ്കാരമല്ല. അവസാനത്തെ 10 ദീർഘമായി നിസ്കരിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു അവസരം എന്ന നിലയ്ക്ക് മറ്റൊരു ജമാഅത്ത് 2 മണിക്കാണ് നമ്മുടെ പള്ളിയിൽ 2ാമത്തെ ജമാഅത്ത് ഉണ്ടാവുക. തറാവീഹ് ഇശാഇന് ശേഷം ഒരു ജമാഅത്ത് ഉണ്ടാകും. അതൊരു 1/4 മണിക്കൂർ സമയം നിസ്കരിച്ച് അങ്ങനെ പോകേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർ അതിൽ പങ്കെടുക്കട്ടെ. അതല്ല രാത്രി പള്ളിയിൽ വന്ന് കൂടുന്നു, അല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കാൻ തയ്യാറാണ് എങ്കിൽ അവർക്ക് മറ്റൊരു ജമാഅത്ത് നടത്തുന്നു. ഇതാണ്, അതായത് മറ്റൊരു നിസ്കാരമല്ല. പിന്നെ നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർ ഉപയോഗിച്ചു പോന്ന ഒരു സാങ്കേതികമായ 2 പദപ്രയോഗമാണ്. ഇശാക്ക് ശേഷമുള്ളതിന് തറാവീഹ് എന്നും പാതിരാക്കുള്ളതിന് സ്വലാത്തുൽ ലൈൽ ഖിയാമുൽ ലൈൽ എന്നുമൊക്കെ പഴയകാലം മുതലേ ഉപയോഗിച്ചു ഒരു ഉറുഫ്, അങ്ങനെ ഒരു സമ്പ്രദായമായി അങ്ങനെ ഉപയോഗിച്ചു പോന്ന ഒരു ഉപയോഗം മാത്രമാണ്. അത് ആ നിലയ്ക്ക് ഇന്നും അത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല. ഖിയാമുൽ ലൈൽ വേറെ നിസ്കാരം എന്നല്ല, അത് വിചാരിച്ചിട്ട് ആ നിസ്കാരം തന്നെ ഇല്ല, അത് വിദഅത്താണ് എന്നൊക്കെ പറയുന്ന ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അതും ശരിയല്ല. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയോട് ചോദ്യമുണ്ട്, ഈ നിസ്കാരത്തെ പറ്റി ഇങ്ങനെ ഒരു രാത്രി 2ാമത് ജമാഅത്ത് നടക്കുന്നു, ഇത് വിദഅത്താണ് എന്ന് ചിലരൊക്കെ പറയുന്നു. എന്താണ് ഷെയ്ഖ് നിങ്ങൾ പറയാനുള്ളത്? അദ്ദേഹം കൊടുത്ത മറുപടി വഹും കുസാല,
അത് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് മടിയന്മാരാണ്, അവർക്ക് നിസ്കരിക്കാൻ കഴിയൂല, അതും തൽക്കാലം നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗമാണ് അവിടുത്തെ എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. അതാണ് ഇത് ഏറ്റവും ഫിറ്റായത്. സഹോദരൻ, കഴിയുന്ന ആളുകൾ അത് ഉപയോഗപ്പെടുത്തുക. 2 മണിക്ക് ആരംഭിച്ച് ഒരു 2 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഖുർആനോദി കുറച്ചധികം സമയം റുക്കൂയിൽ ചെലവഴിച്ച് കുറച്ചധികം സമയം സുജൂദിൽ കിടന്ന് പടച്ചറപ്പിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാവും. അതിനുവേണ്ടി ബാക്കിയൊക്കെ ഒന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്താലും കുറച്ച് നീക്കുപോക്കൊക്കെ മറ്റു കാര്യത്തൊക്കെ ചെയ്താലും ഒന്ന് രാത്രി 2 മണിക്ക് ഒന്ന് പള്ളിക്ക് എത്തണമെന്ന് വിചാരിച്ചാൽ ഇന്ന് പകല് കുറച്ച് ഉറങ്ങിയാലും കുഴപ്പമില്ല. പകല് കുറച്ച് ഉറങ്ങി എന്തിന് രാത്രി നിസ്കരിക്കാൻ ഉന്മേഷമുണ്ടാവാൻ, ക്ഷീണം പറ്റാതെ കൈക്കോട്ടെ കുറച്ചൊന്ന് പകല് ഉറങ്ങിയിട്ടെങ്കിലും രാത്രി വന്ന് ആ നിസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് റബ്ബുമായുള്ള ബന്ധമൊന്ന് ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെങ്കിൽ നാം അങ്ങനെ പരിശ്രമിക്കാം. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുക. അല്ലാഹു പറഞ്ഞു, അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ മുഅ്മിനീങ്ങളായ ആളുകൾ എന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. രാത്രിയുടെ അവസാന സമയത്ത് അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് ധാരാളം ഹദീസിൽ 40ഓളം സ്വഹാബിമാരാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. രാത്രിയുടെ അവസാന സമയത്ത് പടച്ച റബ്ബ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങും, ചോദിക്കും, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഉത്തരം നൽകാം, ആരുണ്ട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ പുറത്തു കൊടുക്കാം, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് ഉത്തരം ചെയ്യാം എന്ന് അല്ലാഹ് പറയുമെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹ് എങ്ങനെ ഇറങ്ങുക അല്ലാഹു നമുക്കറിയില്ല. നബി തന്നെ പറഞ്ഞു, വഹ്യു പ്രകാരം സത്യമാണ്. 40ഓളം സ്വഹാബിമാർ ആ ഹദീസ് നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഖുർആൻ ഓതിയിരിക്കാം, ദുആ ചെയ്തുകൊണ്ടിരിക്കാം, അതേപോലെ നിസ്കരിക്കലാവാം, പള്ളി വന്ന് കൂടാം. ഏതൊക്കെ നിലയ്ക്ക് ആ സമയത്ത് നീ വീട്ടിലാണെങ്കിലും ഒന്ന് രാത്രി 2 മണി 2:30 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഖുർആൻ ഓതാൻ, റബ്ബുമായി മുനാജാത്ത് സ്വകാര്യ സംഭാഷണം നടത്താൻ ഒക്കെ തയ്യാറാവും. നബി തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം ആർക്കാണ് ചോദ്യത്തിന് നബി കൊടുത്ത മറുപടിയിൽ ഒരു മറുപടി, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആ സ്വർഗം ലഭിക്കണം. ആ സ്വർഗം ലഭിക്കണം. റബ്ബിന്റെ ശിക്ഷയുടെ കേന്ദ്രമായ നരകം സഹിക്കാൻ കഴിയില്ല. സാധുക്കളാണ്, ദുർബലമാണ് നമ്മൾ. ആ റബ്ബിനെ കൈയുയർത്തി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു പരിഹാരങ്ങൾ അതിനില്ല. ആ നിലയ്ക്ക് നാം അതിന്റെ പരമാവധി ഈ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം 1-2 കാര്യം നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ദീനീ പഠന സംരംഭങ്ങളാണ് ഇവിടുത്തെ ദർസും മദ്രസയും. പല പള്ളിയിലും ഇല്ലാത്ത സംവിധാനം. നമ്മളെ പള്ളി തുടങ്ങിയ ദർസ് എന്നുള്ളത് സ്കൂൾ പഠനം മുടങ്ങാതെ തന്നെ കുട്ടികൾ നമ്മളെ പള്ളി താമസിച്ച് അവരെ കിതാബുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10-16 കുട്ടികൾ ഇവിടെ താമസിച്ചു പഠിക്കുന്നുണ്ട്. താമസവും ഭക്ഷണമൊക്കെ പള്ളി തന്നെയാണ്. അവരെ കിതാബുകൾ പഠിക്കുന്നു. അങ്ങനെ 3-4 കൊല്ലം പഠിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോൾ ജാമിഅ അൽ ഹിന്ദിലേക്കോ സമാനമായ മറ്റു സ്ഥാപനത്തിലേക്കൊക്കെ പോയി തുടർ പഠനം അവർക്ക് അവിടുന്ന് തുടരുകയും ചെയ്യാം. ആ നിലയ്ക്ക് സംവിധാനം നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് 2 വർഷത്തോളമായി നമ്മളെ പള്ളി വെച്ച് നാം നടത്തി വരുന്നു. അതുപോലെ മദ്രസയും നമ്മുടെ പള്ളിയുടെ മുകളിൽ വെച്ച് നല്ല വിജയകരമായ മദ്രസ നടക്കുന്നുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഇപ്പൊ 2ലേക്കും കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റിയ സമയമാണ്. മദ്രസയിൽ മക്കളെ ചേർക്കാം. നമ്മുടെ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ദർസിലേക്ക് വന്ന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് പ്രായമൊന്നും പ്രശ്നമല്ല, ക്ലാസ് പ്രശ്നമല്ല. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവിടെ നിന്ന് ചേരാൻ പഠിക്കാം. അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറാണ്. എന്റെ മകനടക്കം നമ്മുടെ പല കുട്ടികളോട് ഇവിടെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല ഖൈറാണ് അവർക്ക് ഈ കുറഞ്ഞ കാലം കൊണ്ട് കിട്ടിയത്. ആ നിലയ്ക്ക് നമ്മളെ മക്കളൊക്കെ പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാൻ പരിശ്രമിക്കാം. ഈ സംരംഭം പള്ളിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ആ സംരംഭത്തിന് വേണ്ടി ഒരു സ്വതക്ക നാം സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടറിഞ്ഞ് ആത്മാർത്ഥമായി തന്നെ അതിലേക്ക് ഒരു വിഹിതം നൽകണം. ഈ സംവിധാനത്തിൽ നിലനിന്ന് പോകണം. ഇതൊക്കെ കുറ്റേറ്റ് പോകാൻ പാടില്ല. നാട് മൊത്തം നാശമായി പോകുമ്പോൾ എല്ലാ തിന്മയും തോന്നിയാസങ്ങളും ലഹരിയും അശ്ലീലയും എല്ലാം വ്യാപകമാണ്. സ്കൂൾ കുട്ടികൾക്ക് LP UP മുതൽ തന്നെ വളരെ മോശമായ സംസ്കാരങ്ങൾ ഒരു പഠിക്കുന്നതും പകർത്തുന്നതും സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുകയാണ്. അവിടെയാണ് ആ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ പള്ളി വന്ന് കൂടി 5 നേരം ജമാഅത്തായി നിസ്കരിച്ച് ഖുർആന് പഠിച്ച് ഹദീസ് പഠിച്ച് ദീനിയായ വിജ്ഞാനങ്ങൾ പഠിച്ച് എന്നാൽ സ്കൂൾ പഠനം മുടങ്ങാതെ കൊണ്ടുപോകുന്നത് അത് വല്ലാത്തൊരു കൺകുളിർമ തന്നെയാണ്. ആ മക്കളുടെ ഈ പഠനത്തിന് വേണ്ടി നമ്മുടെ ഒരു വിഹിതമുണ്ടാകട്ടെ. എല്ലാ മാസവും എല്ലാം കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ തയ്യാറാവുക. ഇത് ഒരു വെറും ഒരു പിരിവായി കാണാതെ കാര്യമായി ഒരു വിഹിതം നമ്മൾ നൽകുക. പടച്ചറപ്പ് തമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വൽ ഹാജാത്ത്. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.